எசுபிசா ஆச்சரியமா இருக்கு. என்ன இந்த பக்கம்? எனக்கு இங்க வேற யாரையும் தெரியாது மாயா. உன் கூட நிறைய பேசணும். பேசலாமா? I'd love to. வா. ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി പോകുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കോമഡിയാണ് അല്ലെ. പലപ്പോഴും ജീവിതം രക്ഷപ്പെട്ടവരെക്കാളും കൂടുതൽ ജീവിതം നഷ്ടവരായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ബിഗ് ബോസ് കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേട്ടമുണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെയൊക്കെ ജീവിതം അങ്ങ് നശിച്ച് കുത്താളെടുക്കാൻ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബോസിന് ശേഷം ജീവിതം അടിപൊളി ആയവരിൽ ഒരാളായിരുന്നു നമ്മുടെ പേളിമാണി അല്ലെ. പുള്ളിക്കാരിക്ക് ബിഗ് ബോസ് കാരണം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്നാണ് പുള്ളിക്കാരൻ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത്. ശ്രീനിയും പേളിയും തമ്മിൽ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും ഒക്കെ ബിഗ് ബോസിൽ വെച്ചിട്ടായിരുന്നല്ലോ. അവരുടെ ലവ് ട്രാക്ക് അത്രയും സക്സസ് ആയിരുന്നു. ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു ലവ് ട്രാക്ക് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഇല്ല. ഇതിന് ശേഷം വന്ന ലവ് ട്രാക്കുകളെല്ലാം പാളിപ്പോവായിരുന്നു അല്ലേ. പക്ഷെ അന്നത്തെ ലവ് ട്രാക്ക് ആയിട്ടുള്ള പേളി ശ്രീനിസ് ലവ് നല്ല രീതിയിൽ തന്നെ അങ്ങ് ഹിറ്റ് ആയി എന്നുള്ളതാണ്. അന്നത്തെ ബിഗ് ബോസ് ഷോ കണ്ട ആൾക്കാർക്ക് ഞാൻ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പൊ ലവ് ട്രാക്കിനെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നല്ലേ, അതായത് ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ഒരു കാമുകി ഉണ്ടായിരുന്നു. മാളവിക എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഒരു സീരിയൽ നടിയാണ്. ആ മാളവികയുടെ സപ്പോർട്ടോട് കൂടിയാണ് ശ്രീനി ബിഗ് ബോസിലേക്ക് വരുന്നത്. ബിഗ് ബോസിൽ കയറി ശ്രീനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് മാളവികയായിരുന്നു. ആ മാളവികയെ ചതിച്ചുകൊണ്ടാണ് ശ്രീനി പേളിമാണിയെ സ്വന്താക്കിയത് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിപ്പോ ഞാൻ പറയുന്ന സമയത്ത് ഇപ്പൊ കൊറേ കമന്റ് ആയിട്ട് വരും, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, നീ എന്തിനാണ് ഇപ്പൊ എടുത്ത് ചർച്ച ചെയ്യുന്നത്, നീ കുടുംബം കലക്കാൻ ഇറങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ഞാനായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന സംഭവം ഒന്നല്ല. ഇതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നടന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രം. ഓൾറെഡി നമ്മൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. എനിവേ ഇതൊക്കെ 5 വർഷം മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലേ. ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ കുത്തിപ്പൊങ്ങി വന്നത് എന്ന ഡൗട്ട് പലരുടെയും ഉള്ളിൽ ഉണ്ടാക്കും അല്ലേ. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായ പല നെഗറ്റീവുകളും സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ചയാക്കപ്പെടുന്നതാണ്. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം പേളിമാണി എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര പോസിറ്റീവായി സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി. അങ്ങനെ ഇരിക്കുന്നതിനിടക്കാണ് മറീന എന്ന് പറയുന്ന ഒരു സിനിമ നടി പേളി പണ്ട് തന്നെ ഇന്റർവ്യൂവിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്, ഒരു ആരോപണം ഇറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ആരോപണം നല്ല രീതിയിൽ തന്നെ പേളിമാണിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ പേളിയുടെ ഫാൻസ് ആയിരുന്ന പലരും മറീനയുടെ വെളിപ്പെടുത്തലെ കണ്ടിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു പേളി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം പേളിക്ക് തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന പേളിയെ സംബന്ധിച്ചിടത്തോളം മറീനയുടെ ഈ ആരോപണം ചെറിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് പേളിമാണിയെ കുറിച്ച് പ്രചരിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇതങ്ങ് കുത്തിപ്പൊങ്ങി വന്നു, അത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസണിൽ ഒരു സീരിയൽ നടി ഉണ്ടായിരുന്നു, അർച്ചന എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ശ്രീനിയുടെ എക്സ് ആയിട്ടുള്ള മാളവികയുടെയും സുഹൃത്തായിരുന്നു. അന്ന് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് 5 കൊല്ലം മുമ്പേ അർച്ചന ഐശാന ന്യൂസിലെ ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന പരിപാടിക്കിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നിപ്പോ പല ഇൻസ്റ്റാഗ്രാം പേജുകളും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ചർച്ചയാക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും അന്ന് അർച്ചന പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം. ശ്രീനീഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ടാണ്. അപ്പോ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ശ്രീനീഷ് അറിയാം, എനിക്ക് ഈ കാര്യം അറിയാം. അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പള്ളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും, അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ? ഞാൻ പറയാം, ഈ പോകാണെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോവും. അത് എപ്പോഴും പറയായിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് പേളിമാണിയുമായി ലവ് ട്രാക്കുമായി പോയിക്കൊണ്ടിരിക്കെ തന്നെ ശ്രീനി ഇടയ്ക്കിടെ അർച്ചന്റെ അടുത്ത് പോയി പറയുമായിരുന്നു പോലും. ഇതെല്ലാം ടി വിയിൽ ഇരുന്ന് കണ്ടുകൊണ്ട് മാളവിക എന്നെ കളയുമോ എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ അർച്ചന ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ. എന്റെ ഡൗട്ട് അതല്ലേ, ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അർച്ചന ഉന്നയിച്ചിട്ട് പോലും അന്ന് അത് 5 കൊല്ലം മുന്നേ ചർച്ചയാക്കിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചർച്ചയാക്കില്ല? ഒരു പക്ഷേ ആളുകൾക്ക് പേടിയായിട്ടാക്കാം. കാരണം അത്രയും വലിയ പോസിറ്റീവ് സ്വീകാര്യതയായിരുന്നു അന്ന് ശ്രീനിക്കും പേളിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. ആളുകൾ അവരെ ആഘോഷിക്കുകയായിരുന്നു. അങ്ങനെ ആഘോഷിക്കുന്നതിനിടയ്ക്ക് ഇതൊക്കെ ചർച്ചയാക്കി കഴിഞ്ഞാണെങ്കിൽ ആളുകൾ പൊങ്കാലെടുത്തുള്ളത് ഉറപ്പാണ്. പിന്നെ എന്നത്തെ പോലെ അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലായിരുന്നു, അതും മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അർച്ചന ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമ്മളെല്ലാം കൂടി നോക്കാം. അപ്പോ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സാർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനിഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അതെ ഞാൻ സീരിയസ് ആണ്. ഞാൻ പറഞ്ഞ, നീ സീരിയസ് ആണ് പേളിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ, പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നടുത്ത് നീ പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ കളഞ്ഞിട്ട് പോവോ, ഇതൊക്കെ ചുമ്മാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും? ഓക്കെ, ഇവിടെയാണ് ബിഗ് ബോസിന്റെ ചില കളികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ശ്രീനിയും പേളിയും തമ്മിലുള്ള പ്രണയബന്ധം ലാലേട്ടന് ബിഗ് ബോസിൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിന് പുറത്തുള്ള കാമുകിയെ കുറിച്ച് ശ്രീനി അർച്ചനയോട് ആവലാതി പറയുന്നത്
ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്? അതിന്റെ ഏതെങ്കിലും ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ബിഗ് ബോസിന് ഇത് ടെലികാസ്റ്റ് ചെയ്യാമായിരുന്നില്ല, ടെലികാസ്റ്റ് ചെയ്തില്ല. എന്തായിരുന്നു കാരണം? അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോ അത് ബാധിക്കുമായിരുന്നു. കാരണം അപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പേളിയും ശ്രീനിയും തമ്മിലുള്ള കോംബോ ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചാനലിൽ TRP കിട്ടാൻ വരെ ആ കോംബോ കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ക്ലിപ്പ് പുറത്തു വന്നു കഴിഞ്ഞാണെങ്കിൽ ആ കോംബോ പൊളിയും, TRPനെ അത് ബാധിക്കും. ചീനയും പേളയും ഇഷ്ടപ്പെടുന്ന പലരും അതിനെ എതിർക്കാൻ തുടങ്ങും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം തന്നെ ആകണം അന്ന് ബിഗ് ബോസ് ഇത് ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെയാണ് ബിഗ് ബോസിന്റെ പല ബ്രില്യൻസും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഒരു അനുഭവം കഴിഞ്ഞ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റ് എന്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സീക്രട്ട് ഏജന്റ് ഒന്നല്ല കേട്ടോ, ഞാൻ അത് വിചാരിക്കേണ്ട, വേറൊരു കണ്ടസ്റ്റന്റ് ആണ്. പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാണെങ്കിൽ 100 ദിവസം ഞങ്ങൾ ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോലും ജിൻഡോ വിജയിക്കുമെന്ന് കരുതിയിട്ടില്ല. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യമാണത്. ഇവിടെ ബിഗ് ബോസ് കളിച്ച കളി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു 5-6 ആഴ്ച കഴിഞ്ഞപ്പോ ജിൻഡോക്ക് പുറത്ത് അത്യാവശ്യം ഫാൻസ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തെന്ന് അറിയോ? ജിൻഡോയുടെ പോസിറ്റീവ് മാത്രം ഇവർ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളൊക്കെ മറച്ചു വെക്കാൻ തുടങ്ങി. ഇപ്പൊ പലപ്പോഴും ജിൻഡോ പല ആർഗ്യുമെന്റിലും ഏർപ്പെടുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ അടിച്ചു നിൽക്കെങ്കിൽ കൂടിയും അവസാനം ജിൻഡോ പലപ്പോഴും തോറ്റ് പിന്മാറാറുണ്ട്. പക്ഷെ അതൊന്നും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് വേണ്ടത് ജിൻഡോയെ ഒരു ഹീറോ മെറ്റീരിയൽ ആക്കി മാറ്റലായിരുന്നു. ഒരിക്കൽ പോലും 100 ദിവസം നിന്ന് ആരും കരുതിയിട്ടില്ല ജിൻഡോ വിജയിക്കുന്നുള്ളത്. കാരണം അത്രയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ജിൻഡോ അവിടുന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ജിൻഡോ വിജയിച്ച കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ല, അവൻ പറഞ്ഞതാണ്. ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ശരിയാണെന്ന് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ബിഗ് ബോസിന്റെ ലൈവ് പോലും ഒരു ദിവസം ഡിലേ ആക്കിയിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. അവർക്ക് അതിൽ എന്ത് മാറ്റങ്ങളും വരുത്താം അല്ലേ? അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പൊ ഇവിടെ അർച്ചന പറഞ്ഞ കാര്യം നിങ്ങൾ എടുത്തു നോക്കി. ശ്രീനി അർച്ചനയോട് മുൻ കാമുകിയെ കുറിച്ച് സംസാരിക്കുന്നതിന് ക്ലിപ്പുകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട് എന്ന് അർച്ചന പറയുന്നുണ്ട്. അതെന്തായാലും ബിഗ് ബോസ് ഒപ്പം എടുത്തിട്ടുണ്ടാവല്ലോ. മനഃപൂർവ്വം അത് മുക്കിയതാവണം. കാരണം അത് പുറത്തു വന്നാൽ ഷോനെ ബാധിക്കുന്നുള്ള പേടി തന്നെയാകാം. ഒന്നും വേണ്ട, ജാസ്മിന് കേസ് നിങ്ങൾ എടുത്തു നോക്കി. ജാസ്മിന് പുറത്ത് ഹേറ്റേഴ്സ് ഒരുപാടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ ഗബ്രിയുമായി കൊഞ്ചി കൊഴിയുന്ന അതേ സമയം ജാസ്മിൻ പുറത്തുള്ള കാമുകനെ കുറിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ ബിഗ് ബോസ് തന്നെ ശ്രീനി അർച്ചനയോട് തന്നെ പുറത്തുള്ള കാമുകയെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും ഇത് കഴിഞ്ഞ് രഞ്ജിന ഹരിദാസ് അന്ന് ശ്രീനി പേളി റിലേഷൻഷിപ്പിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടുനോക്കാം. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങളായിട്ട് ആ കുടുംബം തകർക്കരുത്. രഞ്ജിനി ഹരിദാസ് എന്താ പറയാനുള്ളത്? അല്ല, നമ്മളിപ്പം പേളി ശ്രീനീഷിന്റെ വിവാഹം എല്ലാവരും ആഘോഷിച്ചു, ഇൻവൈറ്റ് ചെയ്തവരൊക്കെ പോയി, ലോകം നമ്മൾ കണ്ടു. അതുപോലെ വീട്ടിൽ തോന്നിയ വേറെ സംശയങ്ങളുണ്ട് എനിക്കും സാബു ചേട്ടനും അർച്ചനയ്ക്കും. ഞാൻ വിചാരിച്ചു പേളിക്ക് സുരേഷ് ചേട്ടനും തമ്മിൽ പ്രേമാണെന്ന്. അത്രക്കൊന്നും വേണ്ടിയില്ലേലും അത് കുറച്ചു കൂടിപ്പോയി. എന്തായാലും ഈ സംഭവമാണ് ഇപ്പൊ കുത്തിപ്പൊങ്ങി വന്നിട്ടുള്ളത്. ഇതിനെ കൂട്ടിട്ട് തന്നെ പണ്ട് ശ്രീനി തന്റെ എക്സ് ആയിട്ടുള്ള അർച്ചനയുടെ കൂടെ ചെയ്ത ഒരു ഡബ് സ്മാഷ് വീഡിയോയും കൂടി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഒന്ന് കണ്ടു നോക്കാം. ஆச்சரியமா இருக்கு. என்ன இந்த பக்கம்? எனக்கு இங்க வேற யாரையும் தெரியாது மாயா. உன் கூட நிறைய பேசணும். பேசலாமா? I'd love to. வா. மாயா, உனக்கு என்ன வேணும்? புரியல. நம்ம 2 பேர் பொறுத்த வரைக்கும் உனக்கு என்ன வேணும்? நான் உங்களை கல்யாணம் பண்ணிக்கணும். உங்க கூட நான் என் வாழ்க்கையை வாழணும். உங்க கூட நான் இருக்கணும். உங்க கூட சிரிச்சு பேசணும், சண்டை போடணும், உங்க தோல்ல சாஞ்சு ஆழணும். இன்னைக்கு மாதிரி எப்பவுமே உங்க மேல நான் பைத்தியமா இருக்கணும். I want to make love to you. 3 குழந்தைங்க பெத்துக்கணும். பாக்குறதுக்கும் பழகிறதுக்கும் அவங்க உங்களை மாதிரியே இருக்கணும். இந்த கண்களை நான் பார்த்துட்டே இருக்கணும். அப்புறம் ஒரு நாள் செத்து போயிடணும். அவ்வளவுதான். ஏன்? நான் யூத்தா ஜாலியா இருக்கிற ஒரு ஆள் கிடையாது. நான் ஒரு போலீஸ் ஆஃபீஸர். என்னை சுத்தி ஆபத்து இருக்கு. என்னை சேர்ந்தவனே அது பாதிக்கும். உனக்கு எனக்கு ஒரு 6 வயசு வித்தியாசம் இருக்கு. Why me? It's a girl thing. சொன்னா உங்களுக்கு புரியாது. ஒரு பொண்ணா இருந்து பாருங்க. சரி, ஓகே. കല്യാണം പണിക്കില്ല. ഓക്കെ, അതാണ് എന്തായാലും ഈ ഡബ് ഫാൻസിൽ പറഞ്ഞ പോരുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ്. കല്യാണം പണിച്ചിട്ടില്ല, കുട്ടികളും വിളിച്ചില്ല. എന്ത് പറയാനാണല്ലേ. എന്നാലും ഇതേ മാളവിക തന്നെ പുള്ളിക്കാരി സീരിയൽ നടിയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി വലിയൊരു ബ്രേക്ക് സീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പണ്ട് മാളവികയോട് ചോദിച്ചപ്പോൾ മാളവിക അന്ന് പറഞ്ഞ കാര്യങ്ങൾ 3 കേട്ടോക്കാം. സീരിയലിൽ ഇത്ര ബ്രേക്ക് എടുക്കാനുള്ള കാര്യം കുറച്ച് സമയമായല്ലോ ഈ സീരിയലിൽ കാണുന്നില്ല. പ്രേക്ഷകർക്ക് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ചെറിയൊരു ബ്രേക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ. അതുപോലെ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തേ ഉള്ളൂ. ഞാൻ പൊന്നമ്പലി തൊട്ട് ഒരു ഗ്യാപ്പില്ലാതെ ചെയ്തിരുന്ന എല്ലാ വർക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം തോന്നി, പേഴ്സണൽ സ്പേസിനായിട്ടായിട്ട്. ഓ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രേക്ക്, മെന്റൽ ബ്രേക്ക്, അത്രേ ഉള്ളൂ. ഇപ്പൊ ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു വേറൊരു കാര്യമാണ് മാമിന്റെ കല്യാണം
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രേക്ക് എടുത്തിരിക്കുന്നതാണ് എല്ലാവരും അയ്യോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എനിക്കൊരു ബ്രേക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് എടുത്തേ ഉള്ളൂ. അതാണ്, ഒരു മെന്റൽ ബ്രേക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് ബ്രേക്ക് എടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരി സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും പുള്ളിക്കാരി വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ 5 വർഷം മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലേ. ഇപ്പൊ പുള്ളിക്കാരൻ ഒരു ഭാര്യയുണ്ട്, അതിൽ 2 മക്കളുണ്ട്, അവർ അടിപൊളിയായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, അതിന് പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഈ വിഷയത്തിൽ ശ്രീനി തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇനി അതല്ല, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ തക്കതായ കാരണം ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ട് ശ്രീനിക്ക് രംഗത്ത് വരാം, അതല്ലെങ്കിൽ മൗനം പാലിക്കാം. എന്തായാലും ഇത് ശ്രീനിയുടെ പബ്ലിക് ഇമേജിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണും.